ഹലോ തുടങ്ങട്ടെ. അപ്പൊ നമ്മൾ ഈ ആൽഗോരിതം വെച്ച് നമ്മൾ ഇതാക്കണം. ആദ്യം നമ്മൾ മിത്തോട്രെക്സിഡ് പ്രെഡ്നിസലോൺ കൊടുക്കും. എന്നിട്ട് അതിന് റെസ്പോൺസ് ഇല്ല, അതായത് >2.6 ആണ് 12 വീക്സ് യൂസ് ചെയ്തിട്ടും വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഒപ്പം ഈ മിത്തോട്രെക്സിഡിന്റെ ഒപ്പം സൾഫാസാലസിനും ഹൈഡ്രോക്സി ക്ലോറോക്വിനും ട്രിപ്പിൾ തെറാപ്പി ആയിട്ട് നമ്മൾ കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞിട്ട് പിന്നെയും >5.1 ആണെങ്കിൽ നമ്മൾ അതിന്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരു ബയോളജിക് തെറാപ്പി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അത് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് TNF ഇൻഹിബിറ്റേഴ്സ് ആണ്. ഈ TNF ഇൻഹിബിറ്റേഴ്സ് നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ DMRDക്ക് റെസിസ്റ്റന്റ് അല്ലെങ്കിൽ വെരി അഗ്രസീവ് ആയിട്ടുള്ള ഡിസീസ് അല്ലെങ്കിൽ അസോസിയേറ്റഡ് വിത്ത് റീനൽ ലിവർ ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ TNF ഇൻഹിബിറ്റേഴ്സ് കൊടുക്കുന്നത്. അതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലിക്സിമാബ്, ഇറ്റാനർസെപ്റ്റ്, അഡാലിമുബാബ്, ഗോലിമുബാബ് ഒക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ്. പിന്നെ JAK ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് എന്താണ്, അത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഓൾട്ടർനേറ്റ് ബയോളജിക്കൽ തെറാപ്പിക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അത് എന്താണ് ടോഫാസിറ്റിനിബ് എന്നാണ് പറയുന്നത്. ടോഫാസിറ്റിനിബും ബാറിസിറ്റിനിബും ഉണ്ട്. അതായത് നമ്മൾ ബാക്കി ഡിമാഡീസിന് എഫക്റ്റീവ് അഡിക്വേറ്റ്ലി റെസ്പോൺസ് ഇല്ലെങ്കിൽ നമുക്ക് ബയോളജിക്കൽ തെറാപ്പിക്ക് ഒരു ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ JAK ഇൻഹിബിറ്റേഴ്സ്. പിന്നെ ഈ റുമറ്റോ ആർത്രൈറ്റിസ് ഒരു ക്രോണിക് ഡിസീസ് ആണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫ്ലെയർ ഉണ്ടാവും. അത് നമ്മൾ ഡെസ്പൈറ്റ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഫ്ലെയർസ് ഉണ്ടാവും ഇടയ്ക്കും. അപ്പൊ നമ്മൾ ഫ്ലെയർ ഉണ്ടാവുമ്പോൾ നമ്മൾ കൊടുക്കുന്നതാണ് ഇൻട്രാ ആർട്ടിക്കുലർ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഇഞ്ചക്ഷൻ ആണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ യു കെൻ ഗിവ് ഷോർട്ട് കോഴ്സ് ഓറൽ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് കൊടുക്കാം. പക്ഷെ സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഫ്ലെയർസ് ഉണ്ട്. നമ്മൾ ഡെസ്പൈറ്റ് ഗിവിംഗ് ദ ട്രീറ്റ്മെന്റ് നമ്മൾ സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഫ്ലെയർസ് ഉണ്ടെങ്കിൽ നമ്മൾ മറ്റേ നമ്മൾ സിസ്റ്റമിക് ആയിട്ട് കൊടുക്കുന്ന DMRDക്ക് എന്തെങ്കിലും നമ്മൾ വേറെ മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ബയോളജിക്കൽ തെറാപ്പി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഫ്ലെയർ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് സസ്റ്റൈൻഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ. പിന്നെ നോൺ ഫാർമക്കോളജി, ഇത്ര തന്നെ നമ്മൾ പറഞ്ഞ ഫാർമക്കോളജിക്കൽ തെറാപ്പി. നോൺ ഫാർമക്കോളജിക്കൽ തെറാപ്പി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, അയാൾക്ക് റീഹാബിലിറ്റേഷൻ, അതായത് ഫിസിക്കൽ ആൻഡ് ഓക്യുപ്പേഷണൽ തെറാപ്പി കൊടുക്കണം. അതെന്ന് പറയുമ്പോൾ ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയിട്ടാണ് നമ്മൾ നോൺ ഫാർമക്കോളജിക്കൽ തെറാപ്പി, അതായത് ഫിസിയോതെറാപ്പിയും ഓക്യുപ്പേഷണൽ തെറാപ്പിയും. പിന്നെ അതായത് പിന്നെ സർജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ സൈനോവെക്ടമി ചെയ്യാം. അതായത് സിസ്റ്റമിക് തെറാപ്പി അല്ലെങ്കിൽ ഇൻട്രാർട്ടിക്കുലർ ഇഞ്ചക്ഷൻസിനൊക്കെ റെസ്പോൺസ് ഇല്ലാത്തവർക്ക് നമുക്ക് സൈനോവെക്ടമി ചെയ്യാം. പിന്നെ ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി വേണമെങ്കിൽ, പക്ഷെ അത് ഇപ്പൊ റീസെന്റ് ഇയേഴ്സ് ആയിട്ട് അത് വളരെ ഡിമിനിഷ്ഡ് ആയിട്ടുണ്ട് അതിന്റെ യൂസ്. ബിക്കോസ് അത് മോർ അഗ്രസീവ് ആയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഏർലി ഡയഗ്നോസിസ് കാരണം അത്രയും നമുക്ക് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി നമ്മൾ അധികം ചെയ്യുന്നില്ല. പിന്നെ വേറെ എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ സബ്ലക്സേഷൻ ഓഫ് ദ നമ്മൾ പറഞ്ഞല്ലോ സബ്ലക്സേഷൻ ജോയിന്റ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ. അപ്പൊ അങ്ങനത്തെ കേസിൽ ഇപ്പൊ സബ്ലക്സേഷൻ ഓഫ് ദ മെറ്റാടാർസൽ ഫെലഞ്ചൽ ജോയിന്റ്സിൽ നമുക്ക് മെറ്റാടാർസൽ ഹെഡ്സിന്റെ എക്സിഷൻ ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പൈനൽ കോഡ് കംപ്രഷൻ, അറ്റ്ലാന്റോ ആക്സിൽ സബ്ലക്സേഷനിൽ നമുക്ക് ന്യൂറോ സർജറി എന്തെങ്കിലും ചെയ്യാം അതിന്റെ കറക്ഷന് വേണ്ടിയിട്ട്. അതൊക്കെയാണ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആയിട്ട് പറയുന്നത്. ട്രീറ്റ്മെന്റ് മെയിൻ ആയിട്ട് ഫാർമക്കോളജിക്കൽ തെറാപ്പി, നോൺ ഫാർമക്കോളജിക്കൽ തെറാപ്പി, സർജിക്കൽ തെറാപ്പി. ഫാർമക്കോളജിക്കൽ തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ആൽഗോരിതം യൂസ് ചെയ്തിട്ടാണ്. അതിൽ മെത്തോട്രെക്സിഡ് പ്രെഡ്നിസലോൺ ആണ് നമ്മൾ ഇനീഷ്യലി കൊടുക്കുന്നത് ഫോർ എ പീരീഡ് ഓഫ് 12 വീക്സ്. അത് കൊടുക്കുന്നത് മെത്തോട്രെക്സിഡ് ഇനീഷ്യൽ ഡോസ് 15 mg വീക്ക്ലി, പ്രെഡ്നിസലോൺ 30 mg വീക്ക്ലി പ്ലസ് ഫോളിക് ആസിഡ് 5 mg വീക്ക്ലി ആണ് കൊടുക്കുന്നത്. നമ്മൾ ഈ ഡോസ് ഓവർ ദ സ്പാൻ ഓഫ് 12 വീക്സ് നമ്മൾ ഇതിന്റെ മെത്തോട്രെക്സിഡിന്റെ ഡോസ് ഇൻക്രീസ് ചെയ്യും, ബട്ട് പ്രെഡ്നിസലോണിന്റെ ഡോസ് ഡിക്രീസ് ആക്കും. മെത്തോട്രെക്സിഡ് മാക്സിമം 25 mg വീക്ക്ലി എത്തിക്കും. പിന്നെ പ്രെഡ്നിസലോൺ എന്ന് പറയുമ്പോൾ നമ്മൾ 5 mg ഇൻക്രിമെന്റ്സിൽ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് നമ്മൾ സ്കോർ നോക്കിയിട്ട് ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ 2.6 നമ്മൾ ഇതേ വെച്ച് കണ്ടിന്യൂ ചെയ്യും. ഇൻ കേസ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 2.6 നമ്മൾ എന്തെങ്കിലും ട്രിപ്പിൾ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ മെത്തോട്രെക്സിഡ് പ്ലസ് സൾഫാസാലസിൻ പ്ലസ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ DAS 28 സ്കോർ അതിനുശേഷം നമ്മൾ നോക്കിയിട്ട് ലെസ് ദാൻ 2.6 ആണെങ്കിൽ നമ്മൾ ട്രിപ്പിൾ തെറാപ്പി കണ്ടിന്യൂ ചെയ്യും. 2.6 to 5.1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, DMRD നമ്മൾ ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ലോ ഡോസ് പ്രെഡ്നിസലോൺ അതിന്റെ ഒപ്പം ആഡ് ചെയ്ത് വെക്കും. 5.1 ഗ്രേറ്റർ ആണെങ്കിൽ നമുക്ക് ബയോളജിക്കൽ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം. ബയോളജിക്കൽ തെറാപ്പി എന്ന് പറയുന്നത് TNF ഇൻഹിബിറ്റേഴ്സ് ആണ്. അത് ഇൻഫ്ലിക്സിമാബ്, ഇറ്റാനർസെപ്റ്റ്, അഡാലിമുബാബ്, ഗോളിമുബാബ് ഒക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ ഈ DMRDs അല്ലെങ്കിൽ DMRDs ഒക്കെ കൊടുത്ത് അഡിക്വേറ്റ്ലി അവർക്ക് റെസ്പോൺസ് ഇല്ലെങ്കിൽ നമുക്ക് ബയോളജിക് തെറാപ്പിക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന JAK ഇൻഹിബിറ്റേഴ്സ് ആണ്. അതെന്ന് പറയുന്നത് ടോഫാസിറ്റിനിബും ബാരിസിറ്റിനിബും ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്രോണിക് ഡിസീസ് ആയതുകൊണ്ട് ദർ വിൽ ബി ഇന്റർമിറ്റന്റ് ഫ്ലെയർസ് ഉണ്ട്. അപ്പൊ ഫ്ലെയർസ് നമുക്ക്
കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻട്രാർട്ടിക്കുലർ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഓറൽ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് കൊടുക്കാം. പിന്നെ ഇതൊക്കെയാണ് ഫാർമക്കോളജിക്കൽ തെറാപ്പി. നോൺ ഫാർമക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒക്യുപേഷണൽ റീഹാബിലിറ്റേഷൻ വേണ്ടി ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി കൊടുക്കണം. സർജറി, സൈനോവെക്ടമി, ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി, എക്സിഷൻ മെറ്റാടാർസൽ ഹെഡ്, ന്യൂറോ സർജറി. ഇതാണ് ഹലോ 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 റിപ്പീറ്റ് ചെയ്യണോടാ? മനസ്സിലായോ? ഈ ഡയഗ്രാം ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ അല്ലേ? നിങ്ങക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനൊരു വീഡിയോ റെഫർ ചെയ്തിട്ടാ കണ്ടത്. യൂട്യൂബിൽ അർമാൻഡോ എന്നിട്ട് ഒരാളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റെഫർ ചെയ്തത് കണ്ടാൽ കുറച്ചും കൂടി മനസ്സിലാവുമായിരിക്കും. ഓക്കെ.